സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേങ്ങാച്ചോറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. തേങ്ങാച്ചോറ് പല വിധത്തിൽ ചെയ്യാറുണ്ട്. തേങ്ങാപ്പാലിൽ ചെയ്യാറുണ്ട്, തേങ്ങ അരച്ച് ചേർത്ത് ചെയ്യാറുണ്ട്, പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തേങ്ങാപ്പീര ചേർത്തും ചെയ്യാറുണ്ട്. കുക്കറിലാണ് തേങ്ങാച്ചോറ് വെക്കുന്നത്. വളരെ പെട്ടെന്നും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം പട്ടയും 3 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 10 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റി ഒത്തിരി ഫ്രൈ ഒന്നും ആക്കണ്ട, ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുത്താൽ മതി. ചെറിയ ഉള്ളിയുടെയും പട്ടയുടെയും ഏലക്കായുടെയും ഒക്കെ ഫ്ലേവർ ചോറിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റിലുള്ള ഒരു തേങ്ങാച്ചോറാണ് നമുക്ക് കിട്ടുന്നത്. ജയ റൈസോ മട്ട റൈസോ ആണ് സാധാരണയായി തേങ്ങാച്ചോറിന് എടുക്കാറുള്ളത്. ബസ്മതി റൈസ് തേങ്ങാച്ചോറിന് അങ്ങനെ എടുക്കാറില്ല. ഉള്ളിയുടെ കളറെല്ലാം മാറി ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 3 കപ്പ് വെള്ളം എന്ന കണക്കിൽ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടിപ്പോയാൽ റൈസിന് കയ്പ്പ് രസം വരും. 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് റൈസിന് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം റൈസ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ചേർക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്തതായിട്ട് 1 കപ്പ് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് കൊടുത്ത് തവി കൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. റൈസ് വെന്ത് കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറെ അടപ്പ് വെച്ച് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കറിലെ എയർ ഫുള്ളും പോയതിന് ശേഷമേ കുക്കർ തുറക്കാവൂ. 3 വിസിൽ വന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് എയർ എല്ലാം ഒന്ന് സെറ്റിലായതിന് ശേഷമാണ് കുക്കർ തുറന്നത്. ചോറ് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ മെത്തേഡിൽ നിങ്ങൾക്കും വളരെ പെട്ടെന്ന് തേങ്ങാച്ചോറ് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.